കോതമംഗലം പ്ലാമുടി കർണൂർ റോഡിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എതിരെ വന്ന കാട്ടാനയുടെ മുൻപിൽ നിന്ന് അനിലാണ് ഓടി രക്ഷപ്പെട്ടത്. കാട്ടാന ബൈക്ക് തട്ടിത്തെറിപ്പിച്ചു. റിയ ബേബി ചേർന്ന വിവരങ്ങളുമായി. റിയ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു കാഴ്ചയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. ബൈക്കുമായി വന്ന യാത്രികന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിശദ വിവരങ്ങൾ റിയ? ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടന്ന രണ്ട് സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളുമാണ്. കോതമംഗലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലാമുടി കർണൂർ റോഡിലേതാണ് ആദ്യത്തെ സംഭവം. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ബൈക്കിൽ വരികയായിരുന്ന അനിൽ എന്ന യാത്രക്കാരനാണ്. അദ്ദേഹത്തിനെതിരെ ആന പാഞ്ഞു വരികയായിരുന്നു. വേഗത്തിൽ ബൈക്ക് നിന്നിറങ്ങിയ ഉടൻ അയാൾ രക്ഷപ്പെട്ടു. തലനാടിരയ്ക്ക്, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആന അതുവഴി ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് കടന്നു പോകുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. പ്രദേശവാസികളൊക്കെ ഓടിക്കൂടുകയും ബൈക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുകയായിരുന്നുണ്ട്. ഇതിലും അപകടമൊന്നും സംഭവിച്ചില്ല എന്നത് ഭാഗ്യമാണ്. കാരണം അല്പം കൂടി വേഗതയിലോ മറ്റോ ആന കുറച്ചുകൂടി അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് കുറച്ചുകൂടി അപകടകരമായ ഒരു സാഹചര്യമായി മാറുമായിരുന്നു. ഈ പ്രദേശത്ത് ആനയുടെ ശല്യം രൂക്ഷമാണ് എന്നതാണ് ആളുകളുടെ പരാതി. മറ്റൊന്ന് ചീനിക്കുഴി ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളിയാണ് ആനയെ കണ്ട് പേടിച്ചു വരേണ്ട ഓടുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഇതേപോലെ തന്നെ ഒരു ബൈക്ക് യാത്രക്കാരൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതും ആണ് അവിടെ സംഭവിക്കുകയും ചെയ്തത്. പിന്നൊന്ന് വീടിൻ്റെ മുമ്പിലൂടെ കാട്ടാനക്കൂട്ടം നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ. അങ്ങനെ ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ്. ജനവാസ മേഖലയാണ്. അതിലൂടെയാണ് കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെ ആന ഇങ്ങനെ രാവും പകലും കടന്നു പോകുന്നൊരു സാഹചര്യമുള്ളത്. പ്രദേശവാസികൾ പറയുന്നത് കുട്ടികളെ ഒറ്റയ്ക്ക് സ്കൂളിൽ വിടാൻ കഴിയാത്തത്ര ദുസ്സഹമായൊരു സാഹചര്യമാണ് എന്നുള്ളതാണ്. മോദി, ശരി റിയ. ഇതിൽ നമ്മൾ ഏറ്റവും ആലോചിച്ചു പോകുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് കൂട്ടത്തോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കാട്ടാനകളുടെ എണ്ണത്തിൽ വർധനവുണ്ടോ? അവർക്ക് ആഹാരവും വെള്ളവും ലഭിക്കുന്നില്ലേ വനത്തിനുള്ളിൽ? മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മനുഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള കടന്നു കയറ്റം മനുഷ്യനുമായി അടുത്തിടപഴകാനോ അല്ലെങ്കിൽ മനുഷ്യന്റെ സാഹചര്യങ്ങൾ കൂടി ആസ്വദിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലേക്ക്, ശാരീരികാവസ്ഥയിലേക്ക് ഈ ആനകളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ടോ? ശാസ്ത്രീയ പഠനം നടത്തിയ ഒരു വിവരം വനം വകുപ്പ് നാട്ടുകാരോട് പങ്കുവയ്ക്കണ്ടേ? ഈ കാര്യങ്ങളിലെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? അത് ഈ പഠനം നടത്തിയാൽ മാത്രമല്ലേ വ്യക്തമായി മനസ്സിലാവൂ. ഈ അക്കമിട്ട നിരത്തി പല കാര്യങ്ങളും നടത്തും എന്ന് പറഞ്ഞിരുന്നു. ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനായി വളരെ കൃത്യമായി അടിക്കാട് വെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ കടുവയുടെയും പുലിയുടെയും വരവൊക്കെ നിയന്ത്രിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ എത്ര കാര്യങ്ങൾ നടപ്പാകുന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവലോകനം നടക്കുന്നുണ്ടോ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്? ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ നമ്മൾ സാധാരണക്കാരന്, മലയാളിക്ക് അവകാശമുണ്ട് അല്ലേ? റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.